الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് സൂറത്തുൽ മറിയമാണ് നമ്മൾ ആരംഭിക്കുന്നത്. മഹദിയായ മറിയം ബീവി അലൈഹിസ്സലാം ഒരേ ഒരു സ്ത്രീയുടെ പേര് മാത്രമാണ് ഖുർആൻ ഓപ്പണായി ഒന്നിലധികം തവണ പല തവണകളിലായി ഖുർആനിൽ പറഞ്ഞത്. ഒരൊറ്റ സ്ത്രീന്റെ പേരാണ് പ്രത്യക്ഷത്തിൽ പറഞ്ഞിട്ടുള്ളത്. ആ ഭാഗ്യവതിയാണ് മഹദിയായ മറിയം ബീവി അലൈഹിസ്സലാം. പേര് ഖുർആനിൽ പറഞ്ഞു എന്ന് മാത്രമല്ല, ഒരു സൂറത്ത് തന്നെ അവരുടെ പേരിലാണ്, മറിയം ബീവിന്റെ പേരിലാണ്. അപ്പൊ അതിന് വലിയ ഭാഗ്യം ലഭിച്ച വലിയ മഹത്വമുള്ള മഹദിയാണ് മറിയം ബീവി അലൈഹിസ്സലാം. ഈ സൂറത്തിന് സൂറത്തു മറിയം എന്ന പേരുണ്ട്. എന്നതുപോലെ തന്നെ സൂറത്തു കാഫ് ഹാ ഐൻ സ്വാദ്, കാഫ് ഹാ ഐൻ സ്വാദ് എന്ന ആയത്ത് കൊണ്ട് തുടങ്ങുന്നത് കൊണ്ട് ഈ സൂറത്തിനെ സൂറത്തു കാഫ് ഹാ ഐൻ സ്വാദ് എന്ന പേരും പറയപ്പെടുന്നുണ്ട്. മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് ഈ സൂറത്തിൽ പരാമർശിക്കുന്നത് കൊണ്ടാണ് സൂറത്തു മറിയം എന്ന് ഈ സൂറത്തിന് പേര് നൽകിയത്. നമ്മൾ നേരത്തെ സൂറത്തുകളിലൊക്കെ നാമകരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ സൂറത്തിൽ മുഴുവനും ആ പേരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാകില്ല പറയുന്നത്. എന്നാൽ വളരെ സുപ്രധാനമായ ഒരു വിഷയമായിരിക്കും ആ സൂറത്തിന്റെ പേരിടാൻ വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ളത്. എന്നതുപോലെ മഹദിയായ മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഈ സൂറത്തിൽ പരാമർശിക്കുന്നു. കൂടാതെ മറ്റു നബിമാരെയും ഈ സൂറത്തിൽ പറയുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ടാണ് സൂറത്തു മറിയം എന്ന പേര് അള്ളാഹു ഈ സൂറത്തിന് ആ പേര് നൽകിയിട്ടുള്ളത്. 98 ആയത്തുകളുള്ള ഈ സൂറത്തിൽ 780 കലിമത്തുകളും 3700 ഹറഫുകളുമായാണ് ഈ സൂറത്തിലുള്ളത്. മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം അതുപോലെ തന്നെ മറ്റു നബിമാരെയൊക്കെ സൂറത്തിൽ പരാമർശിക്കുന്നു. വിശുദ്ധ ഖുർആനിന്റെ ഓർഡർ പ്രകാരം സൂറത്തുൽ കഹ്ഫ് കഴിഞ്ഞ ഉടനെയാണ് സൂറത്തു മറിയം പറയുന്നത്. എന്താ കഹ്ഫ് കഴിഞ്ഞ ഉടനെ തന്നെ മറിയം സൂറത്ത് കൊണ്ടുവരാനുള്ള കാരണം എന്നതിന് മഹാന്മാര് അതിന്റെ വിശദീകരണം പറയുന്നുണ്ട്. ബഹറുൽ മുഈത്ത് അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ, തഫ്സീറുകളിൽ. സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ നേരത്തെ വിശദീകരിച്ചതാണ്. ആ സൂറത്തിൽ വളരെയധികം അജബേറിയ, അത്ഭുതമേറിയ കിസ്സകൾ, കഥകൾ അല്ലെങ്കിൽ ചരിത്രങ്ങൾ പറയുന്നുണ്ട്. അസ്ഹാബുൽ കഹ്ഫിനെ പറഞ്ഞു, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും കൂടെ ഖളർ അലൈഹിസ്സലാത്തു വസ്സലാമും ഒന്നിച്ചുള്ള യാത്രയെ പറഞ്ഞു. ദുൽഖർനൈനി രാജാവിന്റെ ചരിത്രം പറഞ്ഞു. ഇങ്ങനെയൊക്കെ അത്ഭുതം ഉളവാക്കുന്ന ചരിത്രങ്ങളെ സൂചിപ്പിച്ച സൂറത്താണ് സൂറത്തുൽ കഹ്ഫ് എന്നുള്ളത്. എന്നാൽ അപ്രകാരം തന്നെ നല്ല അത്ഭുതകരമായ ചരിത്രങ്ങളെ ഉൾക്കൊള്ളിച്ച സൂറത്താണ് സൂറത്തു മറിയം. ഈ സൂറത്തിൽ വിലാദത്തു യഹ്യ ഇബ്നു ശൈഖുൻ ഫാനിൻ വ അജൂസുൻ ആഖിർ, പ്രായമേറിയ ഒരു ഉപ്പയുടെയും കിളവിയായ പ്രായമേറിയ അജൂസായ ഒരു ഉമ്മയുടെയും മകനായി മഹാനായ യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനനം പറയുന്നുണ്ട്. ഇനി മക്കളുണ്ടാകില്ല എന്ന ധാരണയിൽ നിൽക്കുമ്പോൾ അല്ലാഹു തആല യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മോനായി കൊടുത്തു.
അത്ഭുതകരമായ ഒരു വിലാദത്ത്, ഒരു ജന്മം നടന്നു. അതിന്റെ ചരിത്രം പറയുന്നു ഈ സൂറത്തിൽ. ഉപ്പയില്ലാതെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ച ചരിത്രം പറയുന്നു ഈ സൂറത്തിൽ. ഇങ്ങനെ ഈ സൂറത്തിലും അത്ഭുതകരമായ സംഭവങ്ങളെ വിശദീകരിക്കുന്നത് കൊണ്ടാണത്രേ ഈ സൂറത്തുൽ കഹഫിന് ശേഷം ഉടനെയായി സൂറത്തു മറിയം കൊണ്ടുവന്നത്. ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരാം. സൂറത്തു മറിയം, ആ സൂറത്തിൽ തുടക്കം തന്നെ അല്ലാഹു തആല പറയുന്ന ഉപയോഗിച്ച ഒരു സിമ്പൽ ഉണ്ട്. ചില സൂറത്തുകളുടെ തുടക്കത്തിലൊക്കെ അങ്ങനെയുള്ള ഒരു സിമ്പൽ അല്ലാഹു തആല ഉപയോഗിച്ചിട്ടുണ്ട്. മുമ്പ് നമ്മൾ ഏതോ ഒരു സൂറത്തിൽ അതിന്റെ വിശാലമായ ചർച്ചയിലേക്ക് പോയതുകൊണ്ട് ഇപ്പോൾ ഞാൻ അതിന്റെ വിശാലാർത്ഥങ്ങളിലേക്ക് പോകുന്നില്ല. ചില സൂറത്തിന്റെ തുടക്കത്തിൽ അലിഫ് ലാം മീം എന്ന് കാണാം. ചില സൂറത്തിന്റെ തുടക്കത്തിൽ ത്വാഹ എന്ന് കാണാം. ചില സൂറത്തിന്റെ തുടക്കത്തിൽ യാസീൻ, ഒരു സൂറത്തിൽ യാസീൻ എന്ന് കാണാം. മറ്റു ചിലപ്പോൾ കാഫ് ഹായ ഐൻ സ്വാദ് എന്ന് കാണാം. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സൂറത്തുകളുടെ തുടക്കത്തിൽ അർത്ഥം അറിയാത്ത ചില പ്രത്യേകമായ സിമ്പൽ അല്ലാഹു തആല ഉപയോഗിച്ചത് കാണാം. ഇതിന് പൊതുവായി മഹാന്മാരെല്ലാം തഫ്സീറുകളിൽ പറഞ്ഞത് വല്ലാഹു അഅലം ബിമുറാദിഹി എന്നാണ്. അള്ളാഹുവിനാണ് ഇതിന്റെ അർത്ഥം അറിയുന്നത്. പിന്നെ ഇമാമിങ്ങൾ, മഹാന്മാരായ ഇമാമിങ്ങൾ അവരുടെ വീക്ഷണങ്ങൾ വെച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ത്വാഹ, യാസീൻ, ഹാമീം എന്നൊക്കെയുള്ളത് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓമന പേരുകളാണ്. അങ്ങനെ ഇമാമിങ്ങൾ മറ്റുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രബല അഭിപ്രായം വല്ലാഹു അഅലം ബിമുറാദിഹി എന്നാണ്. അള്ളാഹു ആണ് ഈ കോഡ് ഭാഷ ഉപയോഗിച്ചത്, അതുകൊണ്ട് അത് അള്ളാഹുവിനാണ് അറിയുന്നത്. എന്നാൽ ഇവിടെ കാഫ് ഹായ ഐൻ സ്വാദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ കാഫ് ഹായ ഐൻ സ്വാദിന്റെ ഓരോ അക്ഷരത്തിന്റെയും വിശദീകരണം മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. ഒന്നാമത്തെ അക്ഷരം കാഫ് എന്നാണ്. കാഫ് എന്നുള്ളത് മിൻ കാഫിൻ, എല്ലാം കൊണ്ടും മതിയായവനാണ് അല്ലാഹു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. എന്നുള്ളത് ഹാദിൻ, അല്ലാഹു തആല വലിയ ഹിദായത്ത് നൽകുന്നവനാണ് എന്ന് സൂചിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ മിൻ ഹക്കീമിൻ, ഹക്കീം എന്നുള്ളതിലുള്ള യാ മാത്രം അവിടെ എടുത്തു പറഞ്ഞതാണ്. അല്ലാഹു വലിയ തന്ത്രജ്ഞാനിയാണ്. മിൻ അലീം, അലീം എന്നുള്ളതിൽ നിന്നുള്ള ഐനാണ് ഇവിടെ ഉപയോഗിച്ചത്. എല്ലാം അറിയുന്നവനാണ് അല്ലാഹു എന്ന്. വസ്വാദ്, അവസാനം പറഞ്ഞ കാഫായ ഐൻ സ്വാദ് എന്നുള്ളതിലെ സ്വാദ് മിൻ സ്വാദിഖിൻ, അല്ലാഹു വലിയ സത്യസന്ധനാണ്, സ്വാദിഖാണ് എന്നുള്ളതിലേക്ക് സൂചിപ്പിക്കുന്നതാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇതിനെയും ഇതിന്റെ അർത്ഥം വിശദീകരിക്കുന്നുണ്ട്. മഅനാഹു കാഫിൽ ലിഖൽഖിഹി, സൃഷ്ടിപ്പ് കൊണ്ട് ഏറ്റവും മതിയായവൻ അള്ളയാണ്. അള്ളാന്റെ സൃഷ്ടിപ്പ് അങ്ങനെയല്ല, എങ്ങനെ മതിയായിരുന്നു എന്നൊരു മനുഷ്യനും പറയാൻ കഴിയില്ല. നമ്മൾ ആരും ഒരു പ്ലാൻ കൊടുത്തിട്ടല്ല അല്ലാഹു തആല ഇതൊന്നും സംവിധാനിച്ചത്. എന്നാൽ അല്ലാഹു അത് അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്നൊരു മനുഷ്യനും പറയുന്നില്ല, പറയാൻ കഴിയൂല. അപ്പൊ അതുകൊണ്ട് അതാണ് ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞത് മഅനാഹു കാഫിൽ ലിഖൽഖിഹി, അല്ലാഹു തആല സൃഷ്ടിപ്പിനാൽ ഓരോരുത്തരുടെയും സൃഷ്ടിപ്പ് കൊണ്ട്, ഓരോ വസ്തുവിന്റെ സൃഷ്ടിപ്പിനും, ഈ ഭൂമിയുടെയും ചരാചരങ്ങളുടെ മുഴുവനും സൃഷ്ടിപ്പിന് കാഫിൻ, അല്ലാഹു മാത്രം മതി, അല്ലാഹ് എല്ലാം കൊണ്ടും മതിയായവനാണ്. ഇങ്ങനെ ഹാദിൽ ഇബാദിഹി, അല്ലാഹുവിന്റെ അടിമകൾക്ക് ഹിദായത്ത് നൽകുന്നവനാണ് അല്ലാഹു. യദ്ഹു ഫൗക ഐദിഹിം, മറ്റെല്ലാ കരങ്ങളുടെ മുകളിലും അല്ലാഹുവിന്റെ കരമുണ്ട്. ആലിമു ബിഹിം, അവരെ കുറിച്ച് എല്ലാവരെ കുറിച്ചും അവൻ അറിയുന്നവനാണ്. ഇങ്ങനെ ഇബ്നു അബ്ബാസ് തങ്ങൾ അതിന്റെ വിശദീകരണങ്ങൾ നൽകുന്നുണ്ട്. ഏതായാലും കാഫ് ഹായ ഐൻ സ്വാദ് എന്ന അല്ലാഹു ആ സൂറത്തിന്റെ തുടക്കത്തിൽ ഒരു സിമ്പൽ വെച്ചു. അതിന്റെ പ്രബല അഭിപ്രായം മഹാന്മാരായ മുഫസ്സിരീങ്ങളുടെ ഒക്കെ പ്രബല അഭിപ്രായം തഫ്സീർ ജലാലൈനി അടക്കം പറഞ്ഞത് വല്ലാഹു അഅലം ബിമുറാദിഹി, അല്ലാഹുവിനാണ് ആ കോഡ് ഭാഷയുടെ അർത്ഥം അറിയുള്ളൂ എന്നാണ്. എന്നിട്ട് അല്ലാഹു ഈ സൂറത്ത് തുടങ്ങുന്നത് ദഅവത്തു സക്കരിയ അലൈഹിസ്സലാം 1 മുതൽ 6 വരെയുള്ള ആയത്താണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയുന്നത്. 1 മുതൽ 6 വരെയുള്ള ആയത്തിൽ മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആരാണ് സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം? കാന നബിയൻ അലീമ,
വലിയ മഹോന്നതനായ പ്രവാചകനായിരുന്നു സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം. മിൻ അംബിയാഇ ബനി ഇസ്രായീൽ, ബനു ഇസ്രായേലിലേക്ക് വന്ന പ്രവാചകന്മാരുടെ കൂട്ടത്തിലെ വളരെയധികം പ്രഗത്ഭനായ ഒരു നബിയായിരുന്നു മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം. വഫീ സഹീഹിൽ ബുഖാരി അന്നഹു കാന നജ്ജാറൻ, മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് സ്വഹീഹുൽ ബുഖാരിയിൽ വന്ന ഹദീസിൽ കാണാം, അന്നഹു കാന നജ്ജാറൻ യഅകുലു മിൻ അമലി യദിഹി ഫീ നജ്ജാറ. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം മരപ്പണിയെടുക്കുന്ന ആശാരിയായിരുന്നു. ആശാരി പണിയെടുക്കുന്ന ആളായിരുന്നു സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഒരു പ്രവാചകനാണ്. പ്രവാചകൻ അധ്വാനിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇമാം ബുഖാരി പറയാണ്, അദ്ദേഹം മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം യഅകുലു മിൻ അമലി യദിഹി, അദ്ദേഹം അവരുടെ കൈകൊണ്ട് അധ്വാനിച്ച്, കരങ്ങളെ കൊണ്ട് അധ്വാനിച്ചിട്ടാണ് മഹാനവറുകൾ ഭക്ഷണം കഴിച്ചിരുന്നത്. ആശാരി പണിയെടുത്തിട്ടായിരുന്നു. ഇവിടുന്ന് നമ്മളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കാനുണ്ട്. നമ്മള് അള്ളാഹുവിന്റെ ദീനിന് സേവനം ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഇന്ന് ചില ആളുകളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്, കച്ചവടം ചെയ്യാനായിട്ട് കുറെ ആൾക്കാർ വേറെയാണ്. എല്ലാവർക്കും കച്ചവടം ചെയ്യാം. നിങ്ങൾ നോക്ക്, ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കച്ചവടം ചെയ്തിട്ടുണ്ട്. സ്വഹാബത്തിൽ ആരാ കച്ചവടം ചെയ്യാത്തത്? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ, സിദ്ദീഖുൽ അക്ബർ തങ്ങൾ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ, ഇങ്ങനെ ഞങ്ങൾ തുടങ്ങിയാൽ സ്വഹാബത്തൊക്കെ കച്ചവടം ചെയ്തവരും കച്ചവട സംഘത്തിൽ പോയവരുമാണ്. അപ്പൊ കച്ചവടം ചെയ്യൽ ഇപ്പൊ ഒരു മൗലിയർ കച്ചവടം ചെയ്യൽ വലിയ കുറവൊന്നുമല്ല. അത്താജിറു സ്വദീഖുൽ അമീനു മഅൻ നബി സല്ലല്ലാഹു അലൈഹി മഅൻ നബിയ്യിന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ ഹബീബു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്താജിറു സ്വദീഖുൽ അമീൻ, വിശ്വസ്തനും സത്യസന്ധനുമായ ഒരു കച്ചവടക്കാരൻ. നല്ല സത്യസന്ധനാകണം. കച്ചവടക്കാരൻ സത്യസന്ധനാകുക എന്നുള്ള സിഫത്ത് വരണമെങ്കിൽ വലിയ പണിയാണ്. എന്തെങ്കിലും ഒരു കള്ളത്തരല്ലാതെ അവന് ലാഭം ഉണ്ടാക്കാൻ പറ്റൂല. സത്യസന്ധമായി കച്ചവടം ചെയ്യുന്ന ഒരു മനുഷ്യൻ ആരെ കൂടെയാണ് നാളെ? മഅൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാ, മഹാന്മാരായ ശുഹദാക്കൾ, നബിമാർ, സ്വാലിഹീങ്ങളുടെ കൂടെയാണ് അവർ സ്വർഗത്തിലെന്ന് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കച്ചവടം ചെയ്യൽ നല്ല കാര്യം. അതൊരു ഉസ്താദിന് കച്ചവടം ചെയ്തുകൂടാന്നില്ല, ഒരു പണ്ഡിതന് കച്ചവടം ചെയ്തുകൂടാന്നില്ല. ഏറ്റവും വലിയ സയ്യിദായ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കച്ചവടം ചെയ്തിട്ടുണ്ട്. ഇന്ന് പലരും അങ്ങനെ ഒരു മോശമായി കാണുന്നുണ്ട് അല്ലേ? അത് അയാൾക്ക് ചെയ്യാൻ പറ്റൂല, അത് ഇയാൾക്ക് ചെയ്യാൻ പറ്റൂല. ഇല്ല, അങ്ങനെയല്ല. സ്വഹാബത്ത് ചെയ്തതിലും വലിയ മോശത്തരഞ്ഞ് വേറൊന്നുമില്ല. സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ആർക്കും ഒരു മോശത്തരായി വരുന്നില്ല. നബിതങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു മോശത്തരായിട്ട് വരുന്നില്ല. അതുകൊണ്ട് കച്ചവടം ചെയ്യൽ അത്ര മോശമൊന്നുമല്ല. കഴിഞ്ഞുപോയ ഇമാമിങ്ങളെ നിങ്ങൾ നോക്ക്. കഴിഞ്ഞുപോയ ഇമാമിങ്ങള്, മഹാന്മാര്, അവരൊക്കെ കച്ചവടം ചെയ്തവരും കൈത്തൊഴിലെടുത്ത് ജീവിച്ചവരുമാണ്. അതിലൊരു ഉദാഹരണമാണ് മഹാനായ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം. ആശാരി പണിയെടുത്ത് ജീവിച്ച മഹാനാണ് സക്കരിയ നബി അലൈഹിസ്സലാത്തു. അധ്വാനശീലമുണ്ട്. ഞാൻ എന്റെ പണി മാത്രമേ എടുക്കുള്ളൂ, ഞാൻ അല്ലാത്ത വേറൊന്നിലേക്കും ഞാൻ തിരിയൂല. തിരിഞ്ഞെന്റെ ഇസ്സത്ത് കുറഞ്ഞാലോ എന്ന് ചില ആൾക്കാർക്ക് പേടി. എന്റെ അഭിമാനം കുറഞ്ഞാലോ. എനിക്ക് അഭിമാനം ഉണ്ടാക്കേണ്ടത് ഞാനല്ല, എന്റെ ചുറ്റുപാടുള്ള ആൾക്കാരാണ്. എന്നെ ബഹുമാനിക്കേണ്ടത് ഞാനല്ല, എന്നെ ബഹുമാനിക്കേണ്ടത് എന്റെ ചുറ്റുമുള്ള എന്റെ അസ്ഹാബാണ്. ആ സ്വഹാബിന് ബഹുമാനം കാണണമെങ്കിൽ, ബഹുമാനം തോന്നണമെങ്കിൽ എന്റെ ക്രിയകൾ കൃത്യമായിരിക്കണം, മാതൃകാപരമായിരിക്കണം. അപ്പോഴാണ് അവർക്ക് ബഹുമാനം തോന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, മുത്താലിമീങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. നമ്മൾ എല്ലാ വിഷയത്തിലും കാഴ്ചപ്പാടുള്ളവരാകണം. ഞാനൊരു ഉസ്താദാണ്, അതോടെ ഞാൻ ആ പണി എടുക്കണപ്പോ എങ്ങനെ? ഒരു പള്ളിയിൽ നിൽക്കുമ്പോ ഞാൻ എന്റെ സേവനം, എന്റെ ഡ്യൂട്ടി മാത്രമേ എടുക്കുള്ളൂ എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ചെന്നുവിടുന്ന പല സ്ഥലങ്ങളും പല രീതികളും പല ശൈലികളുമാകും. അവിടെ എനിക്കൊരു യാസീൻ ഓതാനും ഒരു ദ്വാരക്കാനും പഠിച്ചിട്ട് മാത്രമേ അറിയുള്ള ധാരണ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. എല്ലാ വിഷയത്തിലും കാഴ്ചപ്പാടുകളുമാണ്. ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയം, ഒരു മഹല്ലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പല വിഷയങ്ങളിൽ ഇടപെടേണ്ടി വരും. എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു പള്ളി പുതുക്കി പണിയുകയാണെങ്കിൽ പോലും അതിൽ വരെ ഒരു കാഴ്ചപ്പാടുള്ള ആളായിരിക്കണം ഒരു ആലിം എന്ന് പറയുന്നത്. ആ മഹല്ലിൽ എന്തൊക്കെ പുരോഗതി പ്രവർത്തനങ്ങളുണ്ട്, അതിനൊക്കെ ഒരു പ്ലാനിങ് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് വരണം. അതിനുള്ള ഒരു ശീലം, അതിന് കൂടെ നിന്ന് പ്രവർത്തിക്കാനുള്ള സജ്ജമാകണം. അല്ലാതെ ഞാൻ എന്റെ റൂം ടു മിഹ്റാബ് എന്ന ശൈലി ഭാവി കാലത്തേക്ക് നമ്മൾ ഒരിക്കലും ശീലിക്കാൻ പാടില്ല.
ഇത് കഴിഞ്ഞുപോയ മഹാന്മാര് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതം നമ്മുടെ ചരിത്രം എഴുതി വെക്കുകയാണ്. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം അധ്വാനിച്ചിരുന്നു, അധ്വാനശീലമുള്ളവരായിരുന്നു. അധ്വാനശീലം വേണം. അധ്വാനിച്ചതിന്റെ പേരിൽ ഒരാളുടെയും ഇസ്സത്ത് പോകുന്നില്ല. ഒരാൾ സേവനം കൂടുതൽ ചെയ്തതിന്റെ പേരിൽ ഒരിക്കലും ഇസ്സത്ത് നഷ്ടപ്പെടുന്നില്ല, ഇസ്സത്ത് വർദ്ധിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അധ്വാനശീലമുള്ളവരാകണം. മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രായം ചെന്ന നബിയാണ്. അങ്ങനെ പ്രായം ചെന്ന സമയത്ത് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന ദുആയാണ് സൂറത്തു മറിയമിന്റെ തുടക്കത്തിൽ തന്നെ അല്ലാഹ് പറയുന്നത്, ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ. മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല അവന്റെ അടിമയായ നബി അവറുകൾക്ക് നൽകിയ റഹ്മത്തിനെ അതിനെ എടുത്തു പറയുകയാണ് അല്ലാഹു തആല ഈ തുടക്കത്തിൽ. ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ്യാ. അല്ലാഹു തആലയോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന പറയുന്നു. ഇദ് നാദാ റബ്ബഹു, മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനെ വിളിച്ചു, അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. നിദാഅൻ ഖഫിയ്യാ, അല്ലാഹുവിനെ രാത്രിയുടെ ഇരുളിലിരുന്നിട്ട് എല്ലാവരും ഉറങ്ങുന്ന സമയത്ത്, ചുറ്റുപാടിലുള്ള കൂട്ടുകാരും അസ്ഹാബുമൊക്കെ ഉറങ്ങുന്ന സമയത്ത് മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിദാഅൻ ഖഫിയ്യാ, സിർറൻ എന്ന നിലക്ക് രഹസ്യമായിട്ട് പതുക്കെ അല്ലാഹുവിനോട് ഇങ്ങനെ ദുആ ചെയ്യുകയാണ്. ദുആ ചെയ്യാണ് മഹാനായ സക്കരിയ നബി. എപ്പോഴാ ദുആ ചെയ്യുന്നത്? രാത്രിയുടെ ഇരുളിൽ. തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ. മഹാന്മാരെ ഖുർആൻ പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, അവർ രാത്രി സമയങ്ങളിൽ കിടന്നുറങ്ങുന്ന കിടപ്പറയിൽ നിന്ന് അല്ലാഹുവിനെ ഭയന്നിട്ട് എഴുന്നേറ്റിരുന്നിട്ട് അല്ലാഹുവിനെ ആരാധന നടത്തിയവരാണ്. ആ സമയം ദുആക്ക് ഇജാബത്ത് കിട്ടാൻ ഏറ്റവും ബെസ്റ്റ് സമയമാണ് രാത്രിയുടെ ഇരുൾമുട്ടിയ രാത്രിയിൽ. ആ സമയത്താണ് സക്കരിയ നബി അല്ലാഹുവിനോട് ദുആ ചെയ്തത്. അവിടെ തന്നെ നോക്കൂ നിങ്ങൾ, നിദാഅൻ ഖഫിയ്യാ, രഹസ്യമായി പതുക്കെയാണ് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തിട്ടുള്ളത്. ഇവിടെ അള്ളാഹുവിനോട് തഫ്സീറുകളിലൊക്കെ പറയുന്നത് കാണാം, യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ് 3 പ്രാവശ്യം ആവർത്തിച്ച് വിളിക്കുന്നുണ്ട് സക്കരിയ നബി. ആ വിളിയിൽ ലബ്ബൈക് 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 തിരിച്ചു പടച്ചന്റെ ഭാഗത്തുനിന്ന് എന്തേ സക്കരിയ വിളിച്ചത്? ആ വിളിക്ക് പവറുണ്ട്. രാത്രിയിൽ ഒറ്റയ്ക്കിരുന്നിട്ട് തഹജ്ജുദ് നിസ്കരിച്ച് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പടച്ച റബ്ബിനോട് നമ്മളെ വിഷമങ്ങളൊന്ന് തുറന്നു പറഞ്ഞാൽ കേൾക്കാത്ത റബ്ബല്ല നമ്മുടെ റബ്ബ്. നിങ്ങൾക്ക് രോഗമുണ്ടോ? നിങ്ങളെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങളുണ്ടോ? ടെൻഷനുകളുണ്ടോ? ജോലിയിൽ പ്രശ്നങ്ങളുണ്ടോ? സാമൂഹികമായി പ്രശ്നങ്ങളുണ്ടോ? എവിടെയൊക്കെ നിങ്ങൾക്ക് രഹസ്യമായ വിഷയങ്ങളുണ്ടോ, സങ്കടങ്ങളുണ്ടോ, തുറന്നു പറയാനും ഏത് സമയത്ത് ഇരുന്ന് കേൾക്കാനും അതിന് മറുപടി തരാനുമുള്ളൊരു റബ്ബാണ് അല്ലാഹു ജല്ല ജലാലു. ആ റബ്ബിനോട് ചോദിക്കാൻ ഏറ്റവും ഉതകുന്ന സമയം ഏറ്റവും പാതിരാത്രി. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചത് സിർറൻ ഖഫിയ്യ, ഖഫിയൻ എന്ന് പറഞ്ഞാൽ സിർറൻ, രഹസ്യമായിട്ട് മെല്ലെയാണ് ചോദിച്ചത്. ഒറ്റയ്ക്ക് ദ്വാരക്കുമ്പോൾ ഒന്നായിട്ട് ഒച്ചയും പൊളിയിട്ട് ഉറങ്ങണമെല്ലാവരും പടി ശല്യം കൊടുത്തേണ്ട ആവശ്യമില്ല. എന്നാൽ ജനങ്ങളെല്ലാവരും ആമീൻ പറയാനുണ്ടെങ്കിൽ ഉറക്കെ ദുആ ചെയ്യാം. അങ്ങനെയാണല്ലോ. നോക്കൂ നിങ്ങൾ, ഇബാദാത്തുകളിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, രഹസ്യമായിട്ട് ചെല്ലേണ്ടതും ഉറക്കെ ചെല്ലേണ്ടതും ഉണ്ട്. മെല്ലെ ചെല്ലേണ്ട ദിക്റുകൾ, ഉറക്കെ ചെല്ലേണ്ട ദിക്റുകൾ, അങ്ങനെയാണല്ലോ. നോക്കൂ നിങ്ങൾ, ഉദ്ഉ റബ്ബക്കും സൂറത്തു അറാഫ് 55-ാമത്തെ ആയത്ത്, ഉദ്ഉ റബ്ബക്കും തളർറുഅൻ വഖുഫിയതൻ ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. അല്ലാഹുവിനോട് എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്? നിങ്ങൾ നല്ല പോലെ പതുക്കെയാണ്. നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവിനോട് നല്ല നിലക്ക് വിനയത്തോടെ ഇരുന്നിട്ട് അല്ലാഹുവിൽ നിന്ന് പ്രതീക്ഷ അർപ്പിച്ച് മെല്ലെ ദുആ ചെയ്യണമെന്ന് ഖുർആൻ. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം. അൻ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ്, ഇന്ന ഖൈറുൽ ദിക്രി അൽ ഖഫിയ്യു,
ഏറ്റവും ഖൈറായ ദിക്ർ ഏതാണ്? രഹസ്യമായിരുന്ന് ചൊല്ലുന്ന ദിക്റാണ്. വഖൈറുർ റിസ്ഖി മാ യക്ഫി, ഏറ്റവും നല്ല ഭക്ഷണം ഏതാണ്? മതിയായാൽ നിർത്തുന്ന ഭക്ഷണമാണ്. അല്ലെ, 1/3 ഭക്ഷിക്കേണ്ടേ ഉള്ളൂ. ബാക്കി പകുതി 2 ഭാഗത്തിൽ 1 എയറിനും 1 വെള്ളത്തിനും വിട്ടേക്കണം. ഇത് ഫുള്ള് അടിച്ചു കയറ്റിട്ട് ഇനിയിപ്പോ വെള്ളത്തിനും എയറിനും ഇവിടെ ഗ്യാപ്പ് എന്ന് ആലോചിക്കണത്. അങ്ങനെയല്ല വേണ്ടത്. ഷാഫി ഇമാം പഠിപ്പിച്ചില്ലേ 1/1 ഭക്ഷിക്കാൻ പറ്റുള്ളൂ വയറിന്. അപ്പൊ അസുഖങ്ങളൊക്കെ കുറയും നമുക്കൊക്കെ. ഏതായാലും രഹസ്യമായിട്ട് ദുആ ചെയ്യണം, രഹസ്യമായിട്ട് ദിക്ർ ചൊല്ലണം. ഇത് നല്ല പവർ ഉള്ളതാണ് ആ ദിക്ർ. അപ്പൊ നോക്കൂ നിങ്ങൾ, നമ്മുടെ ഇബാദത്തിൽ ഇപ്പോൾ ഖുനൂത്ത് ചെല്ലുമ്പോൾ നമ്മൾ ഉറക്കെ ചെല്ലുന്നുണ്ട്. ചില ദിക്റുകൾ അങ്ങനെയാണ്, ഉറക്കെ ചെല്ലണം. ഖാല ഇബ്നു അറബി എന്നവര് പറഞ്ഞു, ഖദ് അസറ മാലികുൽ ഖുനൂതു ജഹറ ബിഹി ശാഫിഈ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഖുനൂത്തിനെ മെല്ലയാക്കി. എന്നാൽ വജഹറ ബിഹി ശാഫിഈ, ഷാഫി ഇമാം അത് ഉറക്കെ ചെല്ലാനാണ് ഷാഫി ഇമാമിന്റെ മദ്ഹബിലുള്ളത്. വൽ ജഹറു ബിഹി അഫ്ളലു, അവിടെ ഷാഫി മദ്ഹബ് പ്രകാരം ഖുനൂത്ത് ഉറക്കെ ഓതണം. മഅ്മൂമീങ്ങൾ ഉറക്കെ ആമീൻ പറയണം. ഫത്ഹുൽ മീൻ അങ്ങനെ പറഞ്ഞത്, മഅ്മൂമീങ്ങൾ ഉറക്കെ ആമീൻ പറയണം. കാരണം എന്തേ? ലിഅന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാനു യദ്ഉ ബിഹി ജഹറാ, നബി തങ്ങൾ ഉറക്കെയാണ് അവിടെ ചൊല്ലിയിട്ടുള്ളത്. അപ്പോ ചില സ്ഥലങ്ങളിൽ മെല്ലെ ചെല്ലേണ്ടതുണ്ടാവും, ചില സ്ഥലങ്ങളിൽ ഉറക്കെ ചെല്ലുന്നുണ്ടാവും. നമ്മൾ പെരുന്നാൾ നിസ്കരിക്കുമ്പോ തക്ബീറാത്തുകൾ ജഹറൻ എന്നാണ് കിതാബുകളിൽ പറഞ്ഞത്. ഉറക്കെ ചെല്ലണം, മഅ്മൂമും ഉറക്കെ ചെല്ലണം. ഇമാം അല്ലാഹു അക്ബർ എന്ന് 1-ാമത്തെ റക്അത്തിൽ 7 തക്ബീറും 2-ാമത്തെ റക്അത്തിൽ 5 തക്ബീറും ചൊല്ലും. ഓരോ തക്ബീറുകളും ഉറക്കെ മഅ്മൂമീങ്ങളും 2 ചുമലിന് നേരെ കൈപൊക്കി ഉറക്കെ ചെല്ലൽ സുന്നത്താണ് എന്നാണ്. അതേ സമയത്ത് മയ്യിത്ത് നിസ്കാരത്തിൽ അങ്ങനെയില്ല. മയ്യിത്ത് നിസ്കാരത്തിൽ 4 തക്ബീറുകളാണ്. 4 തക്ബീറുകൾ ഇമാം ഉറക്കെ ചെല്ലും, പക്ഷേ മഅ്മൂമീങ്ങൾ ഉറക്കെ ചെല്ലൽ സുന്നത്തില്ല. അപ്പൊ ഉറക്കെ ചെല്ലാൻ പറഞ്ഞതുമുണ്ട്, ചെല്ലേണ്ടാത്തതുമുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഈ വിശുദ്ധമായ ദീനിന്റെ ശാഫിഈ മദ്ഹബ് അനുസരിച്ചുള്ള നിയമങ്ങൾ. നിസ്കാരം കഴിഞ്ഞ ദിക്റുകൾ, അവറാദുകൾ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഇതെല്ലാം പതുക്കെ ഇരുന്ന് ചെല്ലേണ്ട ദിക്റുകളാണ്. എന്നാൽ മഅ്മൂമീങ്ങൾ ഉണ്ട്, അവർക്ക് ഇത് പാഠമാകാൻ, അവർ പഠിക്കാൻ വേണ്ടി ഇമാമിനത് ഉറക്കെ ചെല്ലണം എന്നാണ് മഹാന്മാര് പഠിപ്പിച്ചത്. അപ്പൊ ഇങ്ങനെ ഉറക്കെ ചെല്ലേണ്ടതും പതുക്കെ ചെല്ലേണ്ടതും ഉണ്ട്. അത് ആ രീതിയിൽ തന്നെ ചെല്ലാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഒറ്റയ്ക്കിരിക്കുന്ന ഒരു മനുഷ്യൻ രഹസ്യമായിട്ട് അല്ലാഹുവിനോട് ചെയ്യുന്ന ദിക്റാണ് ഏറ്റവും അഫ്ളലായ ദിക്ർ എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. നോക്കൂ നിങ്ങൾ, മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്. രാത്രിയിൽ ഇരുന്നിട്ട് അള്ളാഹുവിനോട് അതേ മെല്ലെ ഇരുന്ന് ഇങ്ങനെ ദുആ ചെയ്യുന്നു. എന്താ ദുആ ചെയ്യുന്നത്? ഖാല റബ്ബി ഇന്നി വഹനൽ അളമു മിന്നി വസ്തഅല അർറഅസു ശൈബാ വലം അകും ബിദുആഇക റബ്ബി ശഖിയാ. ഇത് നല്ല പ്രാസൊപ്പിച്ച് പറഞ്ഞ സൂറത്താ. നല്ല രസമുണ്ടാവും ഇങ്ങനെ ഓതിയാൽ. എല്ലാ ആയത്തിന്റെ അവസാനം ഒരേ ശൈലി. ദിക്റു റഹ്മതി റബ്ബിക അബ്ദഹു സക്കരിയ വഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ്യാ قال رب إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا وإني خفت الموالي من ورائي وكانت امرأتي عاقرا فهب لي من لدنك وليا يرثني ويرث من آل يعقوب واجعله ربي رضيا. അങ്ങനെ ഒരു ഒഴുക്കി ഇങ്ങനെ പോകും. റളിയ, വലിയ, ശഖിയ, ഇങ്ങനെ സൂറത്ത് ഇങ്ങനെ പോകും. ഇതുപോലെ ആർക്കും കൊണ്ടുവരാൻ കഴിയില്ല കേട്ടോ. ഇത് അല്ലാഹുവിന്റെ ഖുർആനിന്റെ വലിയൊരു മുഅ്ജിസത്താണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ സൂറത്തിൽ എന്താ മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചത്? ഖാല റബ്ബി ഇന്നി വഹനൽ അളം, പഠിച്ചവനെ ഞാൻ പ്രായമായി പോയല്ലോ, എന്റെ എല്ലുകളൊക്കെ ക്ഷയിച്ചു പോയി റബ്ബേ. വഖാല റബ്ബി, പഠിച്ചവനെ ദുആ ചെയ്യാണ്, ഇന്നി വഹനൽ അൽമു മിന്നി വസ്തഅല അർറസു ശൈബാ, പഠിച്ചവനെ എന്റെ എല്ലുകളൊക്കെ അതേ ബലം കുറഞ്ഞു പോയി,
പൊട്ടിയാ പിന്നെ ഇനി ഓപ്പറേഷൻ ചെയ്താലും എത്ര കമ്പിയിട്ടാലും കൂടിച്ചേരൂല എന്ന് പറയാറില്ലേ? പ്രായമെത്തിയ മനുഷ്യന് ഓപ്പറേഷൻ ചെയ്യാനോ അല്ലെങ്കിൽ മയക്ക് കൊടുക്കാനോ പറ്റൂല എന്ന് ഡോക്ടർമാര് പറയാറില്ലേ? അത്രയും പ്രായമായി പോയി മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട്. അപ്പൊ അള്ളാഹിനോട് ദുആ ചെയ്യാൻ പഠിച്ചോനെ, എന്റെ എല്ലുകളൊക്കെ ക്ഷയിച്ചുപോയി, എന്റെ തലയാണെങ്കിലോ നരച്ചിട്ട് ഇങ്ങനെ വെള്ളക്കളറായിട്ട് തിളങ്ങാൻ തുടങ്ങി. റബ്ബേ വലം അകും ബിദുആഇക റബ്ബി ശഖിയാ, എന്നാൽ എനിക്ക് നിന്നിലെ പ്രതീക്ഷയില്ല, ഒന്നുമില്ല, ഞാൻ നിർഭാഗ്യവാനാണെന്ന തോന്നലൊന്നും എനിക്കില്ല. ഇത്രയൊക്കെ പ്രായമായിട്ടുണ്ടെങ്കിൽ നിന്നോട് ചോദിച്ചാൽ തരുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ട് എന്ന് മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാം പറയാണ്. നമുക്ക് ചിലപ്പോ പ്രതീക്ഷ ഇല്ലയാണ്, കിട്ടി നോക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേർച്ചാക്കുക അല്ലെ? കിട്ടിയാ കൊടുത്താ പോരേന്നാ ചോദിക്കുക നേർച്ചാക്കുമ്പോ അല്ലെ? അങ്ങനല്ലേ? സലാത്തക്ക് കുറച്ച് ഒരു ആ കരിങ്ങൾ കൊടുക്കുന്ന ഇപ്പൊ ഒരാൾ പറഞ്ഞാൽ കിട്ടിയാ കൊടുത്താ പോരേന്നാ ചോദ്യം. മതി, കിട്ടിയാ കൊടുത്താ മതി. ഞാൻ പറയണ എന്താ അറിയോ, നമുക്ക് ഒരു പ്രതീക്ഷക്കുറവ് ചിലപ്പോ. മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാൻ, പഠിച്ചോനെ നിന്നോട് ചോദിക്കാൻ പോണ കാര്യം ഞാൻ അടുത്ത ആയത്തിൽ പറയുന്നുണ്ട്. എന്താ ചോദിക്കാൻ പോണത്? അള്ളാഹിനോട് ദുആ ചെയ്യാൻ ഇത്രയും പ്രായമായ മനുഷ്യൻ, എന്നിട്ട് പഠിച്ചവനോട് പറയാണ്, ഈ തെരുവില ഈ പ്രായമായിട്ടും ഇത്രയും എല്ലൊക്കെ ക്ഷയിച്ചു പോയി, തല മുഴുവനും നരച്ചു, എന്നാലും ഇപ്പൊ നിന്നോട് ചോദിച്ചാൽ എനിക്ക് ഉത്തരം കിട്ടൂല എന്നൊന്നും തോന്നണില്ല. കിട്ടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാ ഞാൻ ചോദിക്കണ റബ്ബേ. എന്നിട്ട് ചോദിക്കാണ്, മിൻ വറാഇ വകാനത് ഇംറാതി ആഖിറൻ ഫഹബ് ലീ മിൻ ലദുൻക വലിയാ. ചോദ്യം വരുന്നു, പഠിച്ചവനെ ഞാൻ ഭയപ്പെടുകയാണ്. എന്താ ഭയപ്പെടുന്നത്? എന്റെ കാലശേഷം, എന്റെ വഫാത്തിന് ശേഷം ഇവിടെ എനിക്ക് പരമ്പരാഗതമായി ഇനി മക്കൾ വേണം, മക്കളില്ലല്ലോ, ഞങ്ങളെ പരമ്പര ഇവിടെ മുറിഞ്ഞു പോകരുതല്ലോ. മാത്രമല്ല എനിക്കൊരു ആവലാതിയുണ്ട്. എന്താണ്? വകാനത് ഇംറാതി ആഖിറാ, എന്റെ ഭാര്യയാണെങ്കിലോ, എന്റെ ഭാര്യ വല്ലാതെ പ്രായമായിട്ട് അജൂസായി പോയി, വയസ്സായ ഒരു ഉമ്മയാണ് എന്റെ ഭാര്യ. ഞാനാണെങ്കിലോ എല്ലൊക്കെ ക്ഷയിച്ചു വളഞ്ഞു പോയി, തല മുഴുവനും നരച്ചുപോയി. ഇങ്ങനത്തെ ഒരാളെ ദുആയാണ്. എന്താ ദുആ? എനിക്ക് മോനെ വേണം റബ്ബേ. ആ ചോദ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി വരുന്നുണ്ട് അല്ലേ? പക്ഷേ സക്കരിയ നബിക്ക് യാതൊരു ഡൗട്ടും ഇല്ല, ചോദിക്കണേ. ആരോടാ ചോദിക്കണേ? പഠിച്ചവനോടല്ലേ. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് പറഞ്ഞിട്ട് വിഷമങ്ങൾ ആദ്യം തുറന്നങ്ങ് വെച്ചു. ഇതാണ് ദുആ. ശ്രദ്ധിക്കണം കേട്ടോ. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആനെ പഠിച്ചവൻ പറയാൻ, വിഷമങ്ങൾ തുറന്നങ്ങ് വെച്ചു. പഠിച്ചോനെ, ഞാൻ ആകെ കുടുങ്ങി കിടക്കാണ്, എന്റെ ഒരു ആഗ്രഹമാണ്. പഠിച്ചോനറിയാ സക്കരിയ നബിക്ക് വയസ്സായിണ്ട്, സക്കരിയ നബിന്റെ ഭാര്യക്കും വയസ്സായിണ്ട്, തല നരച്ചു, എല്ലിന് ബലമില്ലാന്നൊക്കെ പഠിച്ചവനറിയാം. പക്ഷെ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആന്റെ ഒരു ശൈലി പഠിപ്പിക്കുകയാണ്. പഠിച്ചവനെ, ഞാൻ എല്ല് ക്ഷയിച്ചു പോയി, എന്റെ ഭാര്യയാണെങ്കിലോ വല്ലാതെ പ്രായമായി പോയി. പക്ഷേ എന്നിട്ടൊരൊറ്റ ചോദ്യം, ഫഹബ് ലീ മിൻ ലദുൻക വലിയാ, എനിക്കൊരു നല്ല കുട്ടിനെ തരണോ, എന്റെ പിൻകാലത്ത് എന്റെ അനന്തര സ്വത്തിനൊരു അവകാശിയായി എന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ എനിക്കൊരു അനന്തരാവകാശിയെ തരണേ റബ്ബേ. ഒരൊറ്റ ചോദ്യം. എന്നിട്ട് വീണ്ടും പഠിച്ചവനോട് പറഞ്ഞു കൊടുക്കുകയാണ്. പഠിച്ചവൻ അറിയാത്തോണ്ടല്ല, എങ്ങനെ തന്നെ ഇപ്പൊ തരുമല്ലോ, തരുന്ന കുട്ടി എങ്ങനെയാകണം? എരിസുനി, എന്റെ അനന്തരം എടുക്കുന്ന കുട്ടിയാകണം. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരമ്പരയാണിത്. ആ പരമ്പരയെ കാത്തു സൂക്ഷിക്കുന്ന നല്ലൊരു മോനാകണം. വജഅൽഹു റബ്ബി റളിയാ, ആ മോനെ അള്ള തൃപ്തിപ്പെടുന്നവനുമായണേ. വെറും മോനായ പോരാ, വെറും മോനായ ചിലപ്പോ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മോൻ കനാൻ കാഫിറായി പോയി. അതുകൊണ്ട് അങ്ങനത്തെ ഒരു മോനായ പോരാ, മോനെ കിട്ടിയ പോരാ. മോൻ എന്താകണം? എന്റെ റൂട്ടിൽ എന്റെ അനന്തരഗാമിയായി വരണം. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരമ്പര ഇങ്ങനെ കാത്തു സൂക്ഷിക്കണം, നല്ലൊരു മോനാകണം. വജഅൽഹു റബ്ബി റളിയ, നീ തൃപ്തിപ്പെട്ട നല്ലൊരു മോനാകണോ. ഇതാണ് ദുആ. ഇവിടെ മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ ആരാ നമ്മൾ പറഞ്ഞില്ല, അതുകൂടി പറഞ്ഞാൽ നിർത്തുകയാണ്. ഉത്തരം ഇപ്പൊ കിട്ടിയില്ല, ഉത്തരം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ കിട്ടും. അപ്പൊ ആരാണ് മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ? വഹിയ ഇശാ ഉഖ്തു ഹന്ന,
ഇശാ എന്നാണ് മഹദിയായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യന്റെ പേര്. അവരാരാണ്? ഇശാ ബിൻത് ഫാഖൂദ്. ഫാഖൂദ് എന്ന് പറഞ്ഞവരുടെ മകളാണ് ഇശാ എന്ന് പറയുന്ന സഹോദരി. ആ ഉമ്മ മറിയം ബീവിയായിട്ടൊരു ബന്ധമുണ്ട്. എന്താ അറിയോ? ആ ഉമ്മ ആരുടെ സഹോദരിയാണ്? ഹന്നാ ബീവിന്റെ സഹോദരിയാണ് ഇശാ എന്ന് പറയുന്നത്. ഹന്നാ ബീവിന്റെ മകളാണ് മറിയം ബീവി. അപ്പൊ മറിയം ബീവിയും അതുപോലെ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ജനിക്കാൻ പോകുന്ന മോന് യഹ്യാ നബിയാണ്. യഹ്യാ നബിയും മറിയം ബീവിയും തമ്മിലുള്ള ബന്ധം എന്താ? ജ്യേഷ്ഠത്തി അഞ്ചത്തി മക്കളാണ്. യഹ്യാ നബിന്റെ ഉമ്മയും മറിയം ബീവിന്റെ ഉമ്മയും ജ്യേഷ്ഠത്തി അഞ്ചത്തിമാരാണ്. അങ്ങനെയുള്ളൊരു ബന്ധം കൂടെ നിന്നുണ്ട്. അതാണ് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രായമായ ഉമ്മ ഇശാ എന്ന് പറയുന്നവർ മറിയം ബീവിന്റെ ഉമ്മാന്റെ അനിയത്തിയാണ്, ഹന്നാ ബീവിന്റെ അനിയത്തിയാണ്. അപ്പൊ ഇത്രയും പ്രായമായപ്പോഴും മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദ്യം നിർത്തിയിട്ടില്ല. അപ്പൊ ദുആ ചെയ്യുന്നതിന്റെ ഒരു മാതൃകയാണ് സൂറത്തു മറിയമിന്റെ തുടക്കത്തിൽ തന്നെ ദഅവത്തു സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ദുആയാണ് 6 ആയത്തുകളിൽ ഇപ്പൊ പറഞ്ഞത്. അപ്പൊ ദുആനെ നമ്മൾ നല്ല രഹസ്യമായി ഒറ്റയ്ക്കിരുന്ന് ദുആ ചെയ്യുന്നതിന് വലിയ മൂർച്ചയുണ്ട്. അതും രാത്രിയിൽ ഉറങ്ങി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചിട്ടുള്ള ദുആന് വലിയ മൂർച്ചയുണ്ട്. നമ്മളൊരു വലിയ വിഷമം വന്ന് ഞങ്ങൾ രാത്രി ഒന്ന് എഴുന്നേറ്റിരുന്നിട്ട് ഒന്ന് തഹജ്ജുദൊക്കെ നിസ്കരിച്ചിട്ടൊന്ന് ദുആ ചെയ്തൊക്കെ മനസ്സിന് നമുക്ക് എന്തൊക്കെ കിട്ടിയോ നമുക്ക് റാഹത്തുണ്ടാകും. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിനോട് നല്ല പോലെ മനസ്സ് തുറന്ന് ദുആ ചെയ്യണം. തുറന്ന് ദുആ ചെയ്യണം. വേഗം തീർക്കുക എന്നുള്ളതല്ല. നമ്മൾ ആവശ്യങ്ങളൊക്കെ അല്ലാഹുവിനോട് തുറന്ന് പറയണം. തുറന്ന് പറയുമ്പോ അല്ലാഹു തആല ഖബൂലാക്കും. മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് കാണിച്ചു തന്നൊരു മാതൃകയതാണ്. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും എല്ലാം നീ ഖബൂലാക്കണേ റഹ്മാനെ. ഇനി ഇജാബത്തു സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആ ദുആ ഉണ്ടല്ലോ, ആ ദുആന് ഉത്തരം കൊടുക്കുന്ന ആ രൂപമാണ് അടുത്ത ആയത്തുകളിൽ പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിനെ നല്ല പോലെ മനസ്സിലാക്കാനും അത് പറയാനും അത് കേൾക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ.